അച്ഛൻ ഉറങ്ങാത്ത വീടായിരുന്നു മലപ്പുറം മഞ്ചേരി ചാരങ്കാവ് ചേണോട്ടുകുന്നിൽ പൂവഞ്ചേരി തെക്കേ വീട്. മകൾ കൃഷ്ണപ്രിയയുടെ മരണശേഷം ശങ്കരനാരായണൻ എന്ന ആ അച്ഛൻ ഉറങ്ങിയിട്ടേയില്ല. അവളുടെ മരണത്തിന് കാരണക്കാരനായ എളങ്കൂർ ചാരങ്കാവ് കുന്നുമ്മൽ മുഹമ്മദ് കോയയെ വെടിവെച്ചു കൊല്ലും വരെ. 13 വയസ്സായിരുന്നു മരിക്കുമ്പോൾ കൃഷ്ണപ്രിയയുടെ പ്രായം. ശങ്കരനാരായണന്റെയും ശാന്തകുമാരിയുടെയും മൂന്നാമത്തെ കുട്ടിയായിരുന്നു കൃഷ്ണപ്രിയ. 2 ആൺമക്കൾക്ക് ശേഷം പിറന്ന പെൺതരി. അതുകൊണ്ട് തന്നെ അവൾ എല്ലാവരുടെയും പൊന്നോമനയായിരുന്നു. കന്നുകാലികളെ വളർത്തി കുടുംബം നോക്കിയിരുന്ന ശങ്കരനാരായണൻ അല്ലലൊന്നും അറിയിക്കാതെയാണ് 3 മക്കളെയും വളർത്തിയത്. 2001 ആ കുടുംബത്തിന്റെ സന്തോഷവും സമാധാനവും ഒറ്റയടിക്ക് തകരുന്നത്. പഠിക്കാൻ മിടുക്കിയായിരുന്നു കൃഷ്ണപ്രിയ. വാർഷിക പരീക്ഷയുടെ ചൂടിലേക്ക് കടന്ന ഫെബ്രുവരിയിൽ സ്കൂൾ വിട്ടു വരികയായിരുന്ന കൃഷ്ണപ്രിയയെ അയൽവാസിയായ അന്ന് 24 വയസ്സ് പ്രായമുള്ള മുഹമ്മദ് കോയ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. സ്കൂൾ വിട്ട് മകൾ എത്തേണ്ട നേരമായിട്ടും അവളെ കാണാതായതോടെ കൃഷ്ണപ്രിയയെ തിരഞ്ഞ് വീട്ടുകാർ ഇറങ്ങി. എന്നാൽ കണ്ടെത്താനായത് ജീവൻ നഷ്ടപ്പെട്ട മകളുടെ മൃതദേഹമാണ്. അയൽക്കാരന്റെ കൈകൊണ്ടു തന്നെ ദാരുണമായി മകൾ കൊല്ലപ്പെട്ടത് ശങ്കരനാരായണന് വിശ്വസിക്കാനും സഹിക്കാനും കഴിയുന്നുണ്ടായിരുന്നില്ല. കിണറ്റിൽ നിന്ന് കോയയ്ക്ക് വെള്ളം കോരിക്കൊടുത്തിട്ടുള്ള കൃഷ്ണപ്രിയയെ എങ്ങനെ അയാൾക്ക് കൊല്ലാനായെന്നത് ആ പിതാവിന്റെ വിശ്വാസത്തെയാണ് തകർത്തു കളഞ്ഞത്. പതിവ് പോലെ പോലീസ് കേസെടുത്തു. അന്വേഷണത്തിൽ പ്രതി അറസ്റ്റിലായി ശിക്ഷിക്കപ്പെട്ടു. 2002 ജാമ്യം ലഭിച്ച പ്രതി മുഹമ്മദ് കോയ പുറത്തിറങ്ങി. മകളെ കൊലപ്പെടുത്തിയവൻ, തന്റെ ജീവിതം എന്നേക്കുമായി തകർത്തു കളഞ്ഞവൻ, കൺമുന്നിലൂടെ നടക്കുന്നത് സഹിക്കാനും പൊറുക്കാനും ശങ്കരനാരായണനായില്ല. മകൾക്ക് നീതി ലഭിച്ചില്ലെന്ന വിശ്വാസത്തിൽ അയാൾ സുഹൃത്തിന്റെ സഹായത്തോടെ ഒരു കൈത്തോക്ക് സംഘടിപ്പിച്ചു. സമയവും സാഹചര്യവും ഒത്തുവന്നപ്പോൾ ശങ്കരനാരായണൻ മുഹമ്മദ് കോയയെ വെടിവെച്ച് കൊലപ്പെടുത്തി. പശ്ചാത്താപം ഒട്ടുമില്ലാതെ തന്നെ തോക്കുമായി ശങ്കരനാരായണൻ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങി. നിയമം കയ്യിലെടുക്കാൻ ആർക്കും അവകാശമില്ലെന്ന് പറഞ്ഞ് മഞ്ചേരി സെഷൻസ് കോടതി ശങ്കരനാരായണനെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. പക്ഷേ നിയമത്തിനു മുന്നിലെ ആ വലിയ തെറ്റ് മേൽക്കോടതിക്ക് മുന്നിൽ തെളിയിക്കാൻ സാധിച്ചില്ല. 2006 മെയ് മാസം തെളിവുകളുടെ അഭാവത്തിൽ ആ പിതാവിനെ ഹൈക്കോടതി വെറുതെ വിട്ടു. കൃഷ്ണപ്രിയയ്ക്ക് ശേഷം വീണ്ടും നിരവധി പെൺകുട്ടികൾ ലൈംഗികാതിക്രമത്തെ തുടർന്ന് കൊല്ലപ്പെട്ടു. നിർഭയയിലും സൗമ്യയിലും ജിഷയിലും ഹത്രസിലും അത് അവസാനിച്ചില്ല. അവർക്കു പിറകെ നിരവധി പെൺകുട്ടികൾ മുഖമില്ലാതെ സ്ഥലപ്പേരിലൊതുങ്ങി ജീവൻ വെടിഞ്ഞു. നീതിന്യായ സംവിധാനത്തിൽ അടിയന്തരമായി ഉണ്ടാകേണ്ട മാറ്റങ്ങളെക്കുറിച്ച് രാജ്യമെങ്ങും മുറവിളി ഉയർന്നു. ക്രൂരമായി കൊല ചെയ്യപ്പെടുന്ന പെൺകുട്ടികൾക്ക് നീതി ലഭിക്കാതെ പോകുന്ന വാർത്തകൾ പുറത്തുവരുമ്പോഴെല്ലാം സമൂഹം ശങ്കരനാരായണനെ ഓർത്തു. മകളെ കൊന്നവനെ തിരിച്ചുകൊന്ന് ജയിലിലേക്ക് പോയ ശങ്കരനാരായണനെ സമൂഹ മാധ്യമം ഹീറോയായി ആഘോഷിച്ചു. എന്നാൽ ഇനിയും കത്തിത്തീരാത്ത നിസ്സംഗതയുടെ ചിത മാത്രമായിരുന്നു എന്നും ശങ്കരനാരായണന്റെ ഭാവം. മകൾക്ക് ലഭിക്കേണ്ട നീതി സ്വയം നടപ്പിലാക്കിയ പിതാവെന്ന് ചുറ്റിലുമുള്ളവർ വിശേഷിപ്പിച്ചപ്പോഴെല്ലാം ഏറ്റവും നിസ്സഹായമായ പിതൃജീവിതമായാണ് ശങ്കരനാരായണൻ തന്നെ കണക്കാക്കിയത്. ശത്രുവിനെ കൊന്ന് വിജയിച്ചവനെന്ന നായക പ്രകീർത്തനങ്ങളെ അയാൾ ഏറ്റുപിടിച്ചതേയില്ല. ഒരിക്കലും തന്നെ പോലൊരു പിതാവ് ലോകത്തൊരിടത്തും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ച് അയാൾ ജീവിച്ചു മരിച്ചു. ശങ്കരനാരായണന് വിട.